ഞാൻ രാംരാജ്. ഗോസ്പൽ ഫോർ ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ആത്മീയ ഗുരുവായി ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ എബ്രഹാം KP ദൈവകൃപയാൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. അദ്ദേഹത്തിന് ദൈവം നൽകിയ ആത്മീയ അറിവുകളിൽ നിന്നുകൊണ്ട് ആധുനിക ക്രിസ്തീയ ഗോളത്തിലെ പോരായ്മകളെക്കുറിച്ച് ഒരു വിശകലനം എന്ന നിലയിൽ പെന്തക്കോസ്ത് സമൂഹത്തിലെ വിടുതൽ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ചെറിയ അവലോകനമാണ് ഈ വീഡിയോ. തുടർന്ന് ശ്രവിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ വിശ്വാസ ജീവിതത്തിൽ സുവിശേഷീകരണത്തിൽ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നത് ഒരു 90% വിടുതൽ ശുശ്രൂഷകളാണ്. ആർക്ക്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തിയോടെ നിൽക്കുന്ന ദൈവ മക്കളുടെ വിടുതൽ നല്ല കാര്യമാണ്. 90% വിടുതൽ ശുശ്രൂഷയാണ് നടത്തുന്നത്. 10% ദൈവവചനം പഠിപ്പിക്കുകയും നിലനിന്ന് പോകാനുള്ള ആലോചനകളും ദൂതുകളും കേട്ട് അങ്ങനെ പറയുന്ന ഒരു 10% ഉള്ളൂ. ബാക്കിയെല്ലാം വിടുതലാണ്. അത് പുതിയ പുതിയ രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കാൻ ആണ് അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പ്രാർത്ഥനാ വിഷയത്തിൽ അവരെ ബന്ധനമഴിക്കുവാൻ ആഗ്രഹിക്കുന്ന, വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതിനൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം രോഗിക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. കടഭാരത്തിലിരിക്കുന്ന ഒരു വിശ്വാസിക്ക് വിടുതൽ ആവശ്യമാണ്. സാമ്പത്തിക നന്മ കൂടുതലായി ലഭിക്കാൻ കഴിയുന്നതെ പിശാചി ബന്ധിച്ചിരിക്കുന്നെങ്കിൽ അതിനൊരു വിടുതൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ച് ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതിരിക്കുന്നതും ഒരു ബന്ധനമാണ്. അതും വിടുതൽ വരേണ്ടതാണ്. അവർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിലുള്ളതുമാണ്, നല്ലതാണ്. പക്ഷേ ഭൗതികമാകുന്ന വിടുതൽ, സാമ്പത്തിക വിടുതലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് വചനത്തിൽ നമ്മൾ ഒന്ന് ആരായുന്നത് നല്ലതാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ ഞാൻ 2 ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിലേക്ക് നമുക്ക് വരാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. അപ്പം ന്യായം നടത്തി കൊടുക്കണം. 17-ാമത്തെ വാക്യത്തിൽ നന്മ ചെയ്യാൻ പഠിക്കണം, ന്യായം അന്വേഷിച്ച് നടക്കണം, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വിടുതൽ കൊടുക്കണം. കേട്ടോ? അനാഥരെയും വിധവമാരെയൊക്കെ സംരക്ഷിക്കുകയൊക്കെ വേണം. അതില്ലെങ്കിൽ 18-ാമത്തെ വാക്യത്തിൽ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ പറയുകയാണ്. നമുക്ക് തമ്മിൽ വാദിക്കാം. കർത്താവ് ദൈവം യഹോവ പറയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിൻ്റെ പാപം കടും ചുവപ്പായാലും. എന്താ പാപം കടും ചുവപ്പാകുക? കടും ചുവപ്പുള്ള പാപം എന്താണ് രക്താംബരം പോലെ ചുവന്നത്? ഈ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഒരു വിടുതൽ ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കഴിയാത്ത ശുശ്രൂഷക നമ്മളാണ് ഈ കടിഞ്ചുവപ്പുള്ള പാപം വഹിച്ചിരിക്കുന്നത്. കേട്ടോ? അങ്ങനെയുള്ളവരെ പഴയ നിയമത്തിൽ പോലും സംരക്ഷിക്കുന്ന ഒരു യഹോവയെ കാണാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ 6-ാം വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നത്, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. കേട്ടോ? അന്യായമായ ബന്ധനങ്ങൾ അഴിക്കണം. അതെന്താ ഈ അന്യായമായ ബന്ധനം? എന്താണ്? താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും. ഏതപ്പം? എവിടുന്ന്? നിന്റെ വീട്ടിൽ നിനക്ക് വെച്ചിരിക്കുന്നത്. നീ കഴിച്ചില്ലെങ്കിലും വിശപ്പുള്ളവനെ കണ്ടാൽ അവനത് നുറുക്കി കൊടുക്കണം.
വിശപ്പുള്ളവൻ നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും. അലഞ്ഞു നടക്കുന്ന പാവങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ച് നമ്മുടെ സെറ്റിയിലേക്ക് ഒന്ന് ഇരുത്തി അവർക്ക് നല്ല ഭക്ഷണവും ഒക്കെ കൊടുത്തൊന്ന് സൽക്കരിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നത് മാത്രമല്ല, നഗ്നെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. വസ്ത്രം കീറിപ്പറിഞ്ഞ് നടക്കുന്ന കാണുമ്പോൾ വീട്ടിൽ കയറിയിട്ട് അലമാരിയിൽ നിന്ന് പഴയതെടുത്ത് കൊടുക്കുന്നതല്ല, അവനെ കൂട്ടിക്കൊണ്ട് കടയിൽ കൊണ്ട് പുതിയത് വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് വേണം. അങ്ങനെ കണ്ടാൽ ഇത് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട ദൈവദാസന്മാരെ നമ്മളല്ലേ ഈ അന്യായ ബന്ധനത്തിൽ കിടക്കുന്നത്. ഈ അന്യായ ബന്ധനത്തിൽ കിടന്നിട്ടാണല്ലോ വേറെ ബന്ധനം, വിശ്വാസികളുടെ ബന്ധനം അഴിക്കാൻ പോകുന്നത്. ഈ ഒരു 90% നമ്മൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അധികം പേരുടെ ബന്ധനം അഴിക്കാൻ വിളിച്ചു വരുത്തേണ്ടി വരികയില്ല. കേരളത്തിലെ വിളിച്ചു വരുത്തേണ്ടി വരികയില്ല. വിശ്വാസികൾ നമ്മളൊക്കെ പലപ്പോഴും പറയും, ജാതികൾ രക്ഷിക്കപ്പെടാത്തവരെല്ലാം ജാതികൾ അവരെ വിമർശിക്കും. ജാതികളുടെ സ്കൂളിൽ പോയല്ലേ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്? അവർ എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ നമ്മൾ വിടുന്നത്? ജാതികളുടെ കോളേജിലല്ലേ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിടുന്നത്? ബ്രദറുകാർക്ക് ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, ശാബതുകാർക്കുണ്ട്, കത്തോലിക്കർക്കുണ്ട്, യാക്കോബക്കാർക്കുണ്ട്, മാർത്തോമാക്കാർക്കുണ്ട്. പെന്തക്കോസുകാരൻ എന്താ ഉള്ളത്? കുറച്ച് ബൈബിൾ കോളേജ് ഇതല്ലേ ഉള്ളൂ. എന്നിട്ടാണ് വിദ്യാഭ്യാസത്തിന് വഴി തുറക്കേണ്ടത് പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്ത കൺവെൻഷനുകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണം മുടക്കി കൺവെൻഷൻ നടത്തി സുഖിച്ച് ജീവിച്ചു പോകുന്നില്ലേ? ഒരു പ്രസ്ഥാനം കൂടി തുടങ്ങിയെങ്കിൽ ഇതിനകത്തുള്ളവർക്ക് ജോലിയും കിട്ടും, ഇതിനകത്തുള്ളവരെ പഠിപ്പിക്കാൻ കുട്ടികൾക്കും സ്വാതന്ത്ര്യമായി മറ്റുള്ള സമുദായക്കാരെ പോലെ സന്തോഷമായിട്ട് നടക്കാൻ വഴിയായിരുന്നു ഇല്ലേ? ബൈബിൾ കോളേജ് ഉണ്ടാക്കിയിട്ടോ എവിടെയാണ് പിള്ളേരുള്ളത്? ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥികൾ കുറയുന്നതിൻ്റെ കാരണം മുമ്പേ പഠിച്ചവർ വന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അതല്ലാതെ കൂടുതലൊന്നും പഠിക്കാനുമില്ലല്ലോ. സിലബസ് മാറിയിട്ടില്ല, പുസ്തകം മാറുന്നില്ലല്ലോ. എന്നാൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ശാസ്ത്രം ഇത്രത്തോളം വളർന്നപ്പോൾ ബൈബിളിൻ്റെ അകത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു മർമ്മ വശങ്ങളുണ്ട്. അത് വെളിപ്പെടുത്തി പഠിപ്പിക്കണം. എങ്കിലേ ഈ കാലഘട്ടത്തിലെ തലമുറകൾ ദൈവഭാഗത്തേക്ക് വരത്തുള്ളൂ. അവർക്കറിയാം അടിസ്ഥാന ഉപദേശം എത്രയുണ്ടെന്നും മാനസാന്തര സ്നാനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇവിടെ നാം അറിയേണ്ടത് നല്ല ശക്തന്മാരായ ദൈവദാസന്മാർ പഠിപ്പിക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെടുക്കൽ പഠിക്കുകയും പഠിക്കാതെ ഒരിക്കലും സുവിശേഷ വേല ചെയ്യരുത്. ആരെങ്കിലും ഒരാളുടെ കൈ കീഴിൽ ശിഷ്യനായി തീരണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ സ്വയമായിട്ടിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കഷ്ടതയും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അനേക വിധമാകുന്ന കഷ്ടത്തിൽ കൂടി വേണം ദൈവരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ. നമ്മുടെ പിന്നാലെ പോയ അനേക ദൈവദാസന്മാർ വളരെ കഷ്ടതയും ത്യാഗവും സഹിച്ചവരാണ്. അവരാ ത്യാഗം അനുഭവിച്ച കഷ്ടത അനുഭവിച്ചപ്പോൾ എഴുതിയ പാട്ടുകളാണ് ഇന്ന് ആത്മീയ ഗാനങ്ങൾ അത് ഇന്നും നിലനിൽക്കുന്നത്. ഇന്ന് നാം സുഖിക്കുമ്പോൾ, ജീവിതശൈലികൾ മാറിയപ്പോൾ ഒരു പറ്റം ജനത്തെ മറന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്തും ദൈവദാസന്മാരുടെ അകത്തും ഒരേ ആത്മാവ് തന്നെയാണ്. അവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും സൗഖ്യമാകും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈയും കോർത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും. വ്യാജന്മാരുടെ കൂടെ നടന്ന് അവിടെ പോയി കളിപ്പ് പറ്റാതെ എൻ്റെ ബന്ധനം അഴിയുന്ന എവിടെയാണ്? ഈ മൺശരീരത്തിന് വിടുതൽ വന്നിട്ട് എന്ത് പ്രയോജനം? ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുന്നുണ്ടല്ലേ? ഈ
ഈ പുറത്തെ മനുഷ്യന് വിടുതൽ വന്നിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ പറ, എന്നെ കേൾക്കുന്നവരെന്ന് പറഞ്ഞേ. യേശു ലാസറിനെ ഉയർപ്പിച്ചു. ലാസർ എന്തി? ശിഷ്യന്മാർ ഉയർപ്പിച്ചു പലരെയും. അവരെന്തി? ഈ കാലഘട്ടത്തിൽ അനേകരെ ഉയർത്തിയ ദൈവദാസന്മാർ കാണാം. അവരൊക്കെ പോകും. കാരണം ഈ പുറത്തെ മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് കാര്യമില്ല, അകത്തെ മനുഷ്യനെ സൗഖ്യം വരണം. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിക്കണം, എങ്കിലേ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ വളരത്തുള്ളൂ. അകത്തൊരു മനുഷ്യനുണ്ടെന്നുള്ള ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവമക്കളെ, ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഒരു ഓഡിറ്റോറിയത്തിലും ഒരുത്തൻ്റെ അടുക്കലും പോകണ്ട. നിങ്ങളെ നടത്തുന്ന, നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾക്ക് ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കൽ ചെല്ലുക, അവരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. അവിടെ വിടുതൽ, ഇവിടെ വിടുതൽ എന്ന് പറഞ്ഞ് പോകരുത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിനക്ക് വിടുതൽ, നിന്നെ നയിക്കുവാൻ, നിങ്ങളെ പരിപാലിക്കുവാൻ ഒരു ദൈവദാസൻ സഭയിൽ കാണും. അദ്ദേഹവുമായിട്ട് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വിടുതൽ നടക്കാം. ഇതാണല്ലേ, ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ മധ്യത്തിലൊരു ദൈവദാസനെ അയക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വ്യാജന്മാർ എന്ത് വിടുതൽ നമ്മുടെ തൊട്ട് അടുത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആത്മാവിലൂടെ സഭ നിങ്ങളെ നയിക്കുന്ന സഭയിലേക്ക് നിങ്ങൾ ദൈവദാസന്മാരോട് അനുസരിച്ച് നിന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.